അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഇബാദല്ലാഹ് മുസ്ലിക്കും വഇയ്യായ ബിതഖ്വല്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എന്റെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളായ സഹോദരന്മാരെ, കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പറച്ചിലും കേൾക്കലും ഒക്കെ സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. നമ്മോട് ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം 10 മണിക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗമായ ബഹുമാനപ്പെട്ട അർമിയ മുസ്ലിയാർ നമ്മോട് വിട പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തെ മറവ് ചെയ്യുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ചെയ്ത എല്ലാ സ്വാലിഹായ അമലുകളും സ്വീകരിക്കട്ടെ. അതിലൊക്കെ വല്ല പാളിച്ചകളും പോരായ്മകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അല്ലാഹു അതൊക്കെ സ്വീകരിക്കുകയും അതിനൊക്കെയുള്ള പൂർണ്ണ പ്രതിഫലം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യട്ടെ. മനുഷ്യ സഹജമായി അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് വല്ലതും വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫദ്ൽ കൊണ്ട് അതെല്ലാം മുട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ. അദ്ദേഹം ചെയ്ത സ്വാലിഹായ അമലുകളെ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ അദ്ദേഹത്തിന് തുണയായി അല്ലാഹു നൽകുകയും ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അർമിയ മുസ്ലിയാർ, ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പരിചയമില്ല, എന്നാലും കുറെ മുമ്പ് തന്നെ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ട്. എന്റെ നാട്ടുകാരായ പല ആളുകളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അങ്ങനെയൊക്കെ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതേസമയത്ത് അദ്ദേഹവുമായി കൂടുതൽ എടുക്കാൻ എനിക്ക് സൗകര്യം കിട്ടിയിട്ടില്ല. ഒന്നാമത് കുറെ ഗൾഫിൽ ആയിട്ടാണ് കുറെ ഞാൻ ആയത് കാരണം അങ്ങനെ കൂടുതൽ ബന്ധപ്പെടാനും പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ എനിക്ക് ഇടക്കൊക്കെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് സുഖമില്ലാവുന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് പറയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകനെ എനിക്ക് വിളിക്കാറുണ്ട്. ഞാനത് നമ്മുടെ റൂമിൽ തന്നെ പരസ്യമായി പറഞ്ഞുകൊണ്ട് നാം അദ്ദേഹത്തിന് ദുആ ചെയ്തിട്ടുമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് 2-3 മാസം മുമ്പൊക്കെ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനും ജനിച്ചാൽ പിന്നെ മരണം നിർബന്ധമാണല്ലോ. എത്ര രോഗിയാണെങ്കിലും എത്ര ചികിത്സിച്ചാലും പിന്നെ അവസാനം ഒരു മരണം നിർബന്ധമാണ്. ആ നിർബന്ധമായ മരണം അദ്ദേഹത്തിനും ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരലോക ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ഒക്കെ ആക്കി കൊടുക്കട്ടെ. ദുനിയാവിൽ ഏറ്റവും പ്രൗഢിയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കാളും പ്രൗഢിയോട് കൂടിയുള്ള ജീവിതം അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ നൽകട്ടെ. സ്വർഗത്തിലേക്കുള്ള കവാടം ഖബറിൽ തുറന്നു കൊടുത്തുകൊണ്ട് സ്വർഗം കണ്ട് ആനന്ദിച്ച് സന്തോഷിച്ച് കിടക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അതുപോലെ നമ്മളൊക്കെ മരിച്ചാൽ ധാരാളം സ്വാലിഹീങ്ങളായ ആളുകൾ മയ്യിത്ത് നിസ്കരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ ദിക്റുകളും ഒക്കെ ചെല്ലുക, എന്നിട്ട് ഖുർആൻ ഓതി ഹദീ ചെയ്യുക പോലെയുള്ള നല്ല അവസ്ഥ നമുക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട ആളുകളെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ ഇവിടെ മസ്നദി പരസ്യം ചെയ്യുന്നത് പോലെ ബഹുമാനപ്പെട്ട അർമിയ മുസ്ലിയാർക്ക് വേണ്ടിയുള്ള ദുആ ഇന്ന് രാത്രി UAE സമയം 10 മണിക്ക്, KSA സമയം 9 മണിക്കുണ്ടാകും. ഇന്നലെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് 3 കഴിയുന്നത് വരേക്കും നമുക്ക് രാത്രി ഈ സമയത്ത്, രാത്രി ഇന്ത്യൻ സമയം ഒരു 11:30 ആവും അല്ലെ? ഇന്ത്യൻ സമയം 11:30, UAE സമയം 10 മണി, KSA സമയം 9 മണി. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ പേര് യാസീനത് ദുആ ചെയ്യുക. നല്ല സ്വാലിഹീങ്ങളായ ധാരാളം ആളുകൾ നമ്മുടെ റൂമിലുണ്ട്. അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും എല്ലാവരും ആമീൻ ചൊല്ലുകയും ചെയ്യുക. അപ്പൊ അതൊക്കെ അതിന്റെയൊക്കെയുള്ള പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കും. അദ്ദേഹത്തിന് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തതിന്റെ പ്രതിഫലം നമുക്കും ഇൻഷാ അല്ലാഹ് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അപ്പൊ അതിലൊക്കെ എല്ലാവരും സജീവമായി പങ്കെടുക്കണം. പിന്നെ അബ്ദുള്ള സാഹിബ്, എനിക്ക് അദ്ദേഹത്തിന്റെ അവസാനത്തെ പറച്ചിലുണ്ടല്ലോ, അത് എന്നെ ഒന്നും വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അബ്ദുള്ള സാഹിബ് കുറച്ച് ഖുർആൻ ഓതി, എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കാൻ സമയത്ത് പറഞ്ഞു, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം, പക്ഷെ അതൊക്കെ കുറ്റങ്ങളൊക്കെ കൊടുത്തു തന്നുകൊണ്ട് അല്ലാഹു ഇതിന്റെ കൂലി പിന്നെ ഉസ്താദ് അവരുടെ ഖബറിലേക്ക് എത്തിക്കട്ടെ എന്ന്. അത് നല്ലൊരു വാക്കാണ് അല്ലേ? അത് നല്ലൊരു വാക്കാണ്. ഓതിയിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം, ഓതിയ ആളെന്നെ പറയാം അല്ലെ, തെറ്റുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം, പക്ഷെ ആ തെറ്റൊക്കെ അള്ളാഹു പുറത്തു തന്നുകൊണ്ട് നല്ല രീതിയിൽ ഓതിയതിന്റെ കൂലി ഉസ്താദിന്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ എന്ന വാക്ക് വളരെ നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയതാണ്. എനിക്ക് ആ തോന്നിയ വിഷയം പിന്നെ അതെ തന്നെ ആ വാക്ക് എനിക്ക് വല്ലാത്തൊരു സന്തോഷം നൽകിയിട്ടുണ്ട് ആ വാക്ക്.
അപ്പോ ഏതായാലും ശരി, ഞാൻ കുറച്ച് ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്, അതിലേക്ക് കണ്ട് കടക്കുകയാണ്. പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം, ഇപ്പൊ നോമ്പ് കഴിഞ്ഞ ശേഷം എന്താണ് നോമ്പ് കഴിഞ്ഞ ശേഷം ക്ലാസ് റൂം വേണ്ടത്ര ശ്രദ്ധിക്കാൻ അബ്ദുള്ള 90-70, അതുപോലെ തന്നെ നമ്മുടെ ആബിദ് തങ്ങള്, ഇവരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അത് മറ്റേ നമ്മുടെ സവാദ് അല്ലേ, ഇവരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയില്ല. അവർ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ, എല്ലാവരും നല്ല ശ്രദ്ധിക്കണം. പിന്നെ നല്ല നമുക്കിപ്പോ റമളാനിലെ ഈ വിശുദ്ധ റമളാനിലെ നമ്മുടെ ബാബുറയ്യാനിൽ 30 ദിവസത്തെ വളരെ മനോഹരമായ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. സലാം ബാഖി ഉസ്താദിന് തന്നെ 3 ക്ലാസ് ബാബുറയ്യാനോടാണ് നിർമ്മിച്ചു. ജലീൽ ദാരിമിന്റെ കുറെ ക്ലാസ്സുകൾ, അതുപോലെ അബ്ദുൽ ബാരി ഹുദവി, MT ദാരിമി, ഗഫൂർ അൻവരി, പിന്നെ ഇങ്ങനെ ഷംസുദ്ദീൻ ഫൈളി, ഇങ്ങനെ അല്ലേ, ഫൈസൽ നിയാസ് ഹുദവി, മജീദ് ഹുദവി, അത്ര ആളുകൾ. പിന്നെ ഏതാണ് ഒരു നജമുദ്ദീൻ ഹുദവി, പിന്നെ ഒരു അൻവർ അലി ഹുദവി, അതിന് 2 ക്ലാസ് നമ്മുടെ സലീം ഫസി ഇർഫാനി, പിന്നെ ആരൊക്കെയെന്ന് ഇങ്ങനെ പല ആളുകളുടെയും ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പല ആളുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഇടയ്ക്കൊക്കെ പ്ലേ ചെയ്യാം, നമുക്ക് ഒഴിവുണ്ടാകുന്ന സമയത്തൊക്കെ അതൊക്കെ പ്ലേ ചെയ്യാം. എല്ലാതും വലിയ സലാം ബാബുവിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പ്ലേ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യണം. അപ്പോ ജനങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഈ നമ്മുടെ സഹോദരിമാരൊക്കെ ഉണ്ട്, കുട്ടികളും സഹോദരിമാരൊക്കെ, അവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന നല്ല വാക്കുകളൊക്കെ പ്ലേ ചെയ്യുക. പിന്നെ ആരെങ്കിലും നല്ല വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആളുകൾ നമ്മളെ വിഷയം അറിയിക്കണം. എന്നിട്ട് അവർക്ക് പ്രത്യേകമായ സമയം നമുക്ക് നൽകണം. അങ്ങനെ നല്ല ഉപകാരപ്രദമായ കാര്യങ്ങൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലഭിക്കണം അതിന്റെ ശ്രോതാക്കൾക്ക്. അതിനുവേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ശ്രമിക്കണം എന്ന് അറിയിക്കുകയാണ്. ഒരു ചോദ്യം ആദ്യമായിട്ട്, ഹൈദ് കാരണമായി നഷ്ടമായ നോമ്പ് ഈ മാസം തന്നെ ഖളാ വീട്ടുമ്പോൾ ഈ മാസത്തെ സുന്നത്ത് നോമ്പിനെയും കൂടെ കരുതിയാൽ 2 കൂലിയും കിട്ടുമോ? അതല്ല ശവ്വാലിലെ നോമ്പ് വേറെ തന്നെ നോക്കണോ ഉസ്താദ് എന്നാണ് ഒരു ചോദ്യം. ഹൈദ് കാരണമായിട്ട്, ഹൈദുകാരിയാണ്, ഹൈദുകാരിക്ക് എന്ത് ചെയ്തു? റമളാൻ മാസത്തിൽ നോമ്പ് ഖളാ ആയി. എന്നിട്ട് ആ ഖളാ ആയ നോമ്പ് അവൾ ശവ്വാലില് ഖളാ വീട്ടുകയാണ്. എന്നാൽ അതിന് ശവ്വാലിന്റെ പിന്നെ ആറോമിന്റെ കൂലിയും കൂടി കിട്ടുമോന്ന്? ആറോമിന്റെ അസുല് കൂലി അതിന് കിട്ടുന്ന അസുല് കൂലി എന്താ? മൻസാമ റമളാൻ അല്ലെ, റമളാൻ മാസത്തിലെ ഒരാൾ നോമ്പ് നോറ്റിട്ടുണ്ട്. വാത്തുബാഹു സിത്തൻ മിൻ ശവ്വാൽ ഉണ്ട് അല്ലെ, എന്നിട്ട് ശവ്വാൽ മാസത്തിൽ നിന്ന് 6 നോമ്പ് കൂടി നോറ്റു. എന്നാൽ ഒരു കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റ പോലെയാണ്. അതിന് കാരണം എന്താണെന്ന് കണ്ടോ? അതിന് കാരണം ഒരു കൊല്ലത്തിന് 360 ദിവസമാണ് സാധാരണ. ഇപ്പോ അങ്ങനെ അങ്ങോട്ട് കുറവും ഏറൊക്കെ ഉണ്ടാവും, അതല്ല സാധാരണ ഒരു പറച്ചിൽ അങ്ങനെയാണ്. 360 ദിവസമാണ് ഒരു വർഷത്തിൽ. ഇംഗ്ലീഷ് കണക്കല്ലേ ഈ പറഞ്ഞല്ലോ, ഒരു 360 ദിവസമാണ്. അപ്പൊ റമളാനിൽ 30 നോമ്പ് നോറ്റാലും 300, 1-ന് 10 എന്ന നിലക്ക് 300 നോമ്പ് നോറ്റതിന്റെ പ്രതിഫലമായി. പിന്നെ 6 നോമ്പ് നോക്കുമ്പോ 360 അല്ലെ, 1-ന് 10 കൂട്ടുമ്പോ അപ്പൊ അങ്ങനെ 360. അപ്പോ റമളാനിൽ 30 നോമ്പ് നോക്കുകയും പിന്നെ ശവ്വാൽ 6 നോമ്പ് ഇങ്ങോട്ട് നോറ്റിട്ടുണ്ടെങ്കിൽ 360 നോമ്പ് നോറ്റ പോലെയായി എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ പോലെയായി. അപ്പൊ എല്ലാ വർഷവും അവൻ അങ്ങനെ നോക്കുകയാണെങ്കിലോ അവൻ കാനക്ക സൗമി ദഹറായി, കാലം മുഴുവൻ നോമ്പ് നോറ്റത് പോലെയായി. ഈ പ്രതിഫലം കിട്ടണമെങ്കിൽ 36 നോമ്പ് നോൽക്കണം. ഈ പ്രതിഫലം കിട്ടി 36 നോമ്പ് ഒരു മാസം, പിന്നെ 6 നോമ്പ് കൂടി നോൽക്കണം. എന്നാലാണ് ഈ പ്രതിഫലം കിട്ടുക. ഈ കാലം മുഴുവൻ നോമ്പ് നോൽക്കുക എന്ന അതുണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ഇങ്ങനെ വേണം. എല്ലാ റമളാനിലും നോമ്പ് നോൽക്കണം. അതിന് പുറമെ ഈ ശവ്വാലിൽ 6 നോമ്പ് നോൽക്കുകയും വേണം. പക്ഷെ അവിടെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറയുന്നത് അത് കിട്ടണേ ഇപ്പൊ ശവ്വാലിനെ നോമ്പ് നോൽക്കണം എന്നില്ല. റമളാനിൽ നോമ്പ് നോറ്റ് പിന്നെ 6 നോമ്പ് വേറെ ഏതെങ്കിലും സമയത്ത് നോറ്റ് അതിനു കൂട്ടല്ല 60 നോമ്പിന്റെ പ്രതിഫലം ശവ്വാലിലല്ലെങ്കിലും അപ്പോഴും ആ പ്രതിഫലം ലഭിക്കും. അപ്പൊ ആ പ്രതിഫലം ലഭിക്കണമെങ്കിൽ, കാലം മുഴുവൻ നോമ്പ് നോറ്റു എന്ന പ്രതിഫലം ലഭിക്കണമെങ്കിൽ റമളാനിലെ നോമ്പിന് പുറമെ വേറെ 6 നോമ്പ് നോൽക്കണം. എന്നാലേ ആ പ്രതിഫലം ലഭിക്കൂ. അതേ സമയത്ത് വേറൊരു കാര്യമുണ്ട്, ശവ്വാലിൽ 6 നോമ്പ് നോൽക്കുക എന്നൊരു കാര്യമുണ്ട്. അത് ഷാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തലമുണ്ട്, ഒരു തേട്ടമുണ്ട്. അത് ശവ്വാലിൽ 6 നോമ്പ് നോൽക്കണം. അപ്പൊ അതിന്റെ അസുര സുന്നത്ത് കിട്ടണമെങ്കിൽ ഏത് നോമ്പ് നോറ്റാലും വേണ്ടില്ല, റമളാനിൽ ഖളാ ശവ്വാലിൽ ഖളാ കുറ്റിയാലും ആ കൂലി കിട്ടും.
ഏതുപോലെ പള്ളിയിൽ പ്രവേശിച്ച ആളുടെ അടുക്കൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കണം എന്നൊരു ആവശ്യപ്പെടലുണ്ട്, ഷാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ആവശ്യപ്പെടലുണ്ട്. അത് തഹിയ്യത്തിന്റെ നിയ്യത്തോടു കൂടി നിസ്കരിച്ചോളണം എന്നില്ല. ഇരിക്കുന്നതിന് മുമ്പായി എന്തെങ്കിലും 2 റക്അത്ത് നിസ്കാരം നടന്നാൽ മതി. അപ്പൊ അത് പള്ളിയിൽ കടന്നുകൊണ്ട് ഉടനെ പിന്നെ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ ഫർദ് നിസ്കരിക്കുകയോ എന്ത് ചെയ്താലും ശരി, അത് ഇരിക്കുന്നതിന് മുമ്പാണെങ്കിൽ തഹിയ്യത്ത് കരസ്ഥമാവുകയും ചെയ്യും. തഹിയ്യത്തിന്റെ അസ്ൽ സുന്നത്ത് അതുകൊണ്ട് ലഭിക്കും. അതുപോലെ തന്നെ ഷവ്വാലിലെ 6 നോമ്പ് നോറ്റത്തിന്റെ അസ്ൽ സുന്നത്ത് ലഭിക്കാൻ ഇനി ഖളാ കൂട്ടിയാലും മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോമ്പ് നോറ്റാലൊക്കെ അത് പിന്നെ ഷവ്വാൽ മാസത്തിലാണെങ്കിൽ അതിന്റെ കൂലി കിട്ടും. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം മുഴുവൻ നോമ്പ് നോൽക്കുക എന്നത് ലഭിക്കണമെങ്കിൽ റമളാനിലെ നോമ്പിന് പുറമെ പിന്നെ 6 നോമ്പ് വേറെ നോൽക്കുകയും വേണം. അതാണ് മനസ്സിലായിണ്ടാവൂല്ലോ അല്ലെ? അപ്പൊ ഹൈലുകാരിയായ പെണ്ണ് എന്ത് ചെയ്ത് അവിടെ ഒരാഴ്ച അവൾക്ക് റമളാനിൽ നോമ്പ് നിൽക്കാൻ പറ്റിയിട്ടില്ല, അവിടെ ഖളാ വീട്ടുകയാണ്, ഷവ്വാലില് ഖളാ വീട്ടുകയാണ്. എന്നാൽ റമളാനിലെ നോമ്പ് ഖളാ വിടുകയും ചെയ്യും. 6 നോമ്പ് നോറ്റതിന്റെ അസ്ൽ സുന്നത്ത് അവൾക്ക് ലഭിക്കുകയും ചെയ്യും. ഷവ്വാൽ മാസത്തിൽ 6 നോമ്പ് നോൽക്കണം എന്ന ശാരീന്റെ ഒരു കൽപ്പന ഉണ്ടല്ലോ, അത് പാലിച്ചവളായി പരിഗണിക്കപ്പെടും എന്നർത്ഥം. പിന്നെ രോഗികൾ മരുന്ന് കുടിക്കുമ്പോൾ എന്താണ് ബിസ്മി കൂട്ടുന്നതിന്റെ വിധി എന്താണ് ഉസ്താദേ? ബിസ്മി കൂട്ടുന്നതിന്റെ വിധിയാണ് ബിസ്മി ചെല്ലുന്നതിന്റെ വിധിയല്ലേ? രോഗികൾ മരുന്ന് കുടിക്കുമ്പോൾ ബിസ്മി ചെല്ലൽ സുന്നത്താണ്. എന്ത് കഴിക്കുമ്പോഴും എന്ത് കുടിക്കുമ്പോഴും ബിസ്മി ചെല്ലൽ സുന്നത്താണ്. അപ്പോ ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ പിന്നെ വെള്ളം കുടിക്കുമ്പോഴും അതുപോലെ മരുന്ന് കുടിക്കുമ്പോഴൊക്കെ ബിസ്മി ചെല്ലൽ സുന്നത്താണ്. അത് രോഗികൾ പിന്നെ കുടിക്കുമ്പോൾ സുന്നത്ത് തന്നെയാണ്, അതെ സുന്നത്താണ് എന്നാണ് അതിന്റെ വിധി. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാമായ ഷാക്കിർ ഉലൂമി നമ്മളോട് ഇന്നലെ ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു. അദ്ദേഹം നാട്ടിൽ നിന്ന് വന്നിട്ട് 2-3 കൊല്ലായി എന്നാ പറഞ്ഞു. ഞാനിപ്പോ പെട്ടെന്ന് അദ്ദേഹം അത് നാട്ടിൽ പോയിരുന്നു. ഞാനിപ്പോ അത് ഒരു 3 കൊല്ലം ആയത് എന്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. അദ്ദേഹം ഇതിന് കുറച്ച് മുമ്പ് നാട്ടിൽ പോയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിപ്പോ 3 കൊല്ലമായി എന്ന കാര്യം അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഏതായാലും 2-3 വർഷമായത്രേ അദ്ദേഹം നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പൊ അദ്ദേഹത്തിന് എത്രയും വേഗം നാട്ടിലേക്ക് പോകണം. നാട്ടിലേക്ക് ടെലിഫോൺ ചെയ്യാനും കൂടി വയ്യാത്തൊരവസ്ഥയൊക്കെ. ടെലിഫോൺ ചെയ്യുമ്പോൾ അപ്പൊ വേഗം വരാൻ പറയും. അദ്ദേഹത്തിന് അറബി ആണെങ്കിലോ ലീവ് അടിച്ചു കൊടുക്കാത്ത ഓരോ പ്രശ്നങ്ങളും മറ്റൊക്കെ അങ്ങനത്തെ ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട അവന്റെ എല്ലാ അടിയാറുകളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷാക്കിർ ഉലൂമിക്ക് നാട്ടിൽ പോകാനുള്ള എല്ലാ മാർഗങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അത് സംബന്ധമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. എത്രയും വേഗം നല്ല രീതിയിൽ നാട്ടിൽ പോയി കുടുംബത്തിനൊക്കെ കണ്ട് സന്തോഷിച്ച് നല്ല രീതിയിൽ മടങ്ങി വന്ന് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ. അത് സംബന്ധമായ എല്ലാ തടസ്സങ്ങളും അല്ലാഹു തആല നീക്കി കൊടുക്കട്ടെ. അതിന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ സഫറിലും അദ്ദേഹത്തിന്റെ ഹളറിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ വീടിന്റെ പണി നടക്കുകയാണ്, നിങ്ങൾ ദുആ ചെയ്യണം എന്ന് ഒരു സുഹൃത്ത് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വീടിന്റെ പണിയൊക്കെ വേഗം പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആ വീടിന്റെ പണി പൂർത്തിയാക്കാനുള്ള ഹലാലായ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആ വീട്ടിൽ അല്ലാഹു ഖൈറും ബർക്കത്തും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദേ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ആർത്തവം ഉള്ള സ്ത്രീകൾ 15 ദിവസം കഴിഞ്ഞാൽ നിസ്കരിക്കാം, ഖുർആൻ ഓതാൻ പറ്റുമോ? തുടർച്ചയായിട്ട് രക്തം കണ്ടാൽ 22 ദിവസം നിസ്കരിച്ചാൽ മതിയോ? പഠിച്ചോൻ എന്താ ഹനീഫാന്റെ പ്രശ്നത്തിൽ നമ്മൾ ഇന്നലെ ദുആ ചെയ്തിട്ടുണ്ട്. ഇനിയും ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇന്നലെയൊക്കെ പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. പിന്നെ അപ്പൊ എന്താ പറഞ്ഞത്, ആർത്തവമുള്ള സ്ത്രീ 15 ദിവസം കഴിഞ്ഞാൽ നിസ്കരിക്കാൻ ഖുർആൻ ഓതാൻ പറ്റുമോ എന്നാണ്. 15 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ആർത്തവമുള്ള സ്ത്രീ ഇസ്തിഹാലത്തുള്ള പെണ്ണിനെ കുറിച്ചായിരിക്കാം ആ ചോദ്യം. ഇസ്തിഹാലത്താണ്, അവൾക്ക് രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 15 ദിവസം കഴിഞ്ഞിട്ടും രക്തം നിൽക്കുന്നില്ല.
അല്ലേ? 15 ദിവസം കഴിഞ്ഞിട്ടും രക്തം നിൽക്കുന്നില്ല. ഹൈലാണെങ്കിൽ ഏറിയാൽ 15 ദിവസം ഉണ്ടാവുള്ളൂ. 15 ദിവസത്തിനേക്കാളും അപ്പുറം രക്തം കണ്ടാൽ അത് ഹൈലല്ല, അത് ഇസ്തിഹാലത്താണ്. അപ്പൊ ആ 15 ദിവസത്തിനേക്കാളും അപ്പുറം രക്തം കണ്ടിട്ടുണ്ടെങ്കിൽ ആ 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവൾ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, അല്ലേ? അവൾക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ ഇല്ല, അതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർളാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർളാണ്. പിന്നെ അതുകൊണ്ട് നിസ്കാരം നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ഹൈദ് ഇസ്തിഹാലത്തുള്ള പെണ്ണ്, രക്തം പോക്കുള്ള സ്ത്രീ എന്ത് ചെയ്യണം? അവള് പിന്നെ അവളുടെ രക്തം കൂടുതൽ പുറത്ത് പോരാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം. ശരിക്കും വെച്ച് കെട്ടി, അല്ലേ? അവിടെയൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കി പിന്നെ ശരിക്കും വെച്ച് കെട്ടി പിന്നെ പെട്ടെന്ന് ഒളു ചെയ്യുകയും വേഗം നിസ്കരിക്കുകയും ചെയ്യണം എന്നാണ് അവളുടെ മസാല. അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ഒളുണ്ടാക്കി വേഗം നിസ്കരിക്കുകയും വേണം. ഒളുണ്ടാക്കൽ കഴിഞ്ഞ് പിന്നെ അവിടെ ഇവിടെ നടന്ന് നിസ്കരിച്ച് അത് പറ്റൂല, സഹിയാവൂല. പിന്നെ എന്ത് വേണം? ഒളുണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നിസ്കരിക്കണം. അതുപോലെ തന്നെ ഒരു ഫർദിന് വേണ്ടി ഒരു ഒളു കൊണ്ട് ഒന്നിലധികം ഫർദ് നിസ്കരിക്കാൻ പറ്റുകയില്ല. സുന്നത്ത് എത്രയും ആവാം. ഇതൊക്കെയുള്ള മസാല. പക്ഷെ അവൾക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ എന്നോ? ഖുർആൻ ഓതാൻ പറ്റുകയില്ല. ഖുർആൻ ഓതാൻ പറ്റായല്ല, ഖുർആൻ ഓതാൻ എന്തിനാ ഒളു നിർബന്ധമില്ലല്ലോ. അതാണ് ഈ കാരണം തന്നെ പറഞ്ഞത്. ഖുർആൻ ഓതണമെങ്കിൽ അവർക്ക് മുസഹഫ് തൊടാൻ പറ്റുകയില്ല. മുസഹഫ് തൊടണമെങ്കിൽ വേണം ശുദ്ധി വേണം. അവൾക്ക് ഇങ്ങനെ ഒളു മുറിഞ്ഞില്ലേ? അവൾ ഒളു ഉണ്ടാക്കി, അപ്പോഴേക്കും വീണ്ടും രക്തം വന്നു, അപ്പൊ ഒളു മുറിഞ്ഞില്ലേ? അപ്പൊ അവൾക്ക് ഒളു ഇല്ല. പിന്നെ നിസ്കരിക്കാൻ അവൾക്ക് അത് നിർബന്ധമായ വിഷയം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അഫ്വ് ചെയ്ത് കൊടുത്താണ് അവൾക്ക്. പക്ഷെ ഖുർആൻ തൊടല് അവൾക്ക് നിർബന്ധമുള്ള വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ തൊടാൻ പറ്റുകയില്ല. ഓതാൻ ഒളു വേണ്ടല്ലോ. പിന്നെ മറ്റൊരു ചോദ്യം എന്താണ്? രക്തം കണ്ടാൽ 25 ദിവസം നിസ്കരിച്ചാൽ മതിയോ? പിന്നീട് ഹൈലിന്റെ പീരിയഡ് എത്ര ദിവസമാണ്? എന്താ 22 ദിവസത്തിന്റെ കണക്ക്? 22 ദിവസത്തെ അങ്ങനെ കണക്കില്ലല്ലോ. 15 ദിവസം വരെ കണക്കാണ്. ഹൈലിന് അധികരിച്ചാൽ 15 ദിവസമാണ് ഹൈൽ ഉണ്ടാകുക. 15 ദിവസത്തേക്കാൾ അപ്പുറം രക്തം കണ്ടാൽ അത് ഹൈലല്ല. ആ 15 ദിവസത്തിന്റെയും അപ്പുറമുള്ളത് ഹൈലല്ല. പിന്നെ 22 അങ്ങനെ കണക്കില്ല. 22 ദിവസം നിസ്കരിച്ചാൽ മതിയോ? പിന്നീട് ഹൈലിന്റെ പീരിയഡ് എത്ര ദിവസമാണ്? പ്ലീസ് PM ചെയ്താൽ മതി. സമയമാകുമ്പോൾ സമയമുള്ളപ്പോൾ അതൊന്നും PM ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ കേൾക്കന്നെ വേണം. ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ, ഇതൊക്കെ എളുപ്പാക്കിയിട്ട് നിങ്ങൾ നിൽക്കണത്. ഇതൊക്കെ അവിടെ PM ചെയ്യണമെങ്കിലേ ഈ മസലക്കാണ് വിവരിക്കണേ. ഹൈലിന്റെ ഇസ്തിഹാലത്തിന്റെ ഒക്കെ മസലേ PM ചെയ്ത് നല്ല ചേരുങ്ങളുണ്ടാവില്ലേ? അതൊക്കെ ഈ സമയത്ത് പിന്നെ നിങ്ങൾ ഇവിടെ ഹാജരാവണം, എന്ന് കേൾക്കന്നെ വേണം. ഇതൊരു യെസ് ഓർ നോ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ലല്ലോ ഈ മസലൊന്നും. അപ്പൊ 22 ദിവസത്തിന്റെ ഒരു വിഷയമല്ലാണ്. ഹൈലിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമാണ്. സാധാരണ സ്ത്രീകൾക്ക് ഹൈൽ ഉണ്ടാവുക 6-7 ദിവസമൊക്കെയാണ്. അധികരിച്ചാൽ 15 ദിവസമേ ഹൈൽ ഉണ്ടാവൂ. അത് 15 ദിവസത്തിനേക്കാളും അപ്പുറം രക്തം കണ്ടാൽ ആ 15 ദിവസത്തിന്റെയും അപ്പുറമുള്ളത് ഹൈലല്ല, അത് രോഗമാണ്. ആ സമയത്ത് അവൾ നിസ്കരിക്കണം. അതാണ് ഇവിടെ മറ്റൊരു വിഷയം മനസ്സിലാക്കാൻ കേട്ടോ. ഒരു ഉദാഹരണം പറയാൻ, ഒരു പെണ്ണിന് 20 ദിവസം ഒന്നിച്ച് രക്തം കണ്ടു നിൽക്കുക. ഈ മസല ഞാൻ ഈ പറഞ്ഞ മസല ശരിക്കും മനസ്സിലാക്കണം. ഒരു പെണ്ണിന് 20 ദിവസം തുടർച്ചയായി രക്തം കണ്ടു. എന്നാ 15 ദിവസത്തെ പിന്നെ ഹൈലും 5 ദിവസം ഇസ്തിഹാലത്തുന്ന അങ്ങനെയല്ല വിധി. അങ്ങനെ മനസ്സിലാക്കരുത് ഒരിക്കലും. ഒരു പെണ്ണിന് 15 ദിവസമേ രക്തം കണ്ടുള്ളൂ. ആകെ 15 ദിവസം രക്തം കണ്ടുള്ളൂ. 15 ദിവസത്തിനേക്കാൾ അപ്പുറമായിട്ടില്ല. ആ 15 ദിവസമാണെങ്കിലോ പല നിലക്കും രക്തം പോയത്. കുറെ കറുത്ത കളറിൽ കുറെ രക്തം പോയി, പിന്നെ കുറെ ചുവന്ന കളറിൽ പോയി, പിന്നെ മഞ്ഞ കളറിൽ പോയി, ഇങ്ങനെ പല കളറിലുമാണ് രക്തം പോയത്. എന്നാൽ അതൊക്കെ ഹൈൽ തന്നെയാണ്. ഏത് 15 ദിവസത്തിനേക്കാൾ ഇതൊക്കെ പാടെ 15 ദിവസത്തിനേക്കാളും അപ്പുറം ആയിട്ടില്ല എങ്കിൽ. നേരെ മറിച്ച് ഒരു പെണ്ണിന് 15 ദിവസത്തിനേക്കാളും കൂടുതൽ രക്തം കണ്ടു എന്നാ അവിടെ നോക്കണം. അവിടെ ഇവള് മുഴത്താദത്താണോ, സാധാരണ അവൾക്ക് ഇതിനു മുമ്പ് ഹൈൽ ഉണ്ടായ പെണ്ണാണോ നോക്കണം. ഞാനീ പറഞ്ഞ ശ്രദ്ധിക്കണ്ടാവില്ല അല്ലേ? ഒരു പെണ്ണിന് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 20 ദിവസം ഒരു പെണ്ണിന് ഒന്നിച്ച് രക്തം പോയി. അവൾക്കാണെങ്കിലും ആദ്യമായി ഹൈൽ ഉണ്ടായതല്ല, അവൾക്ക് ഇതിനു മുമ്പും ഹൈൽ ഉണ്ടായിട്ടുണ്ട്.
ആ ഇതിന് മുമ്പ് അവൾക്ക് ഹൈദ് ഉണ്ടായതൊക്കെ 5 ദിവസമാണ്. ഓരോ മാസങ്ങൾക്ക് 5 ദിവസമാണ് ഹൈദ് ഉണ്ടാവുള്ളൂ. ആ കഴിഞ്ഞ മാസം 5 ദിവസമേ ഹൈദ് ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ മുമ്പത്തെ മാസം 5 ദിവസമാണ് ഹൈദ് ഉണ്ടായത്. അതിന്റെ മുമ്പത്തെ മാസം 5 ദിവസമാണ് ഹൈദ് ഉണ്ടായത്. പക്ഷെ ഈ പ്രാവശ്യമാണെങ്കിലോ 20 ദിവസം ഒന്നിച്ച് രക്തം പോയി. എന്നാൽ അവൾക്ക് ഇവിടെ ഈ മാസവും 5 ദിവസമാണ് അവളുടെ ഹൈദ്, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അവൾക്ക് ശുദ്ധിയാണ് എന്നാണ് വെക്കേണ്ടത്. മനസ്സിലായല്ലേ? അപ്പൊ ഇതിന് മുമ്പ് ഹൈദ് ഉണ്ടായവളാണ് എങ്കിൽ മുമ്പ് അവൾക്ക് ഹൈദ് ഉണ്ടായത് എത്ര ദിവസമാണ് അത്രയാണ് ഇപ്പോഴും ഹൈദ്. ബാക്കിയുള്ള ദിവസമൊക്കെ അവൾക്ക് ഇസ്തിഹാബത്താണ്, അവൾ നിസ്കരിക്കൽ നിർബന്ധമാണ്. അതാണ് അതിന്റെ വിധി. ഇനി ഒരു പെണ്ണ് അവൾക്ക് ഇതിന് മുമ്പ് ഹൈദ് ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ട് ഹൈദ് ഉണ്ടാകുകയാണ്. ആദ്യമായിട്ട് അവൾക്ക് ഹൈദ് ഉണ്ടാകുകയാണ്. അവളാണെങ്കിലോ ആദ്യമായിട്ട് ഹൈദ് ഉണ്ടായ സമയത്ത് തന്നെ 20 ദിവസം ഒന്നിച്ചാണ് രക്തം കണ്ടത്. 20 ദിവസം 15 ദിവസത്തിനേക്കാൾ അപ്പുറം രക്തം കണ്ടു ആദ്യമായിട്ട് ഹൈദ് ഉണ്ടായ അന്ന് തന്നെ. എന്നാൽ അവിടെ പക്ഷെ അത് 2 കളറിലാണ് പുറപ്പെട്ടത്. ആദ്യം അവൾക്ക് ഹൈദ് ഉണ്ടായ കുറച്ച് ദിവസം കറുത്ത കളറിലാണ്, കറുത്ത നിറത്തിലാണ് രക്തം പോയത്. പിന്നുള്ള ദിവസങ്ങളിലൊക്കെ ചുവന്ന കളറിലാണ് പോയത്. എന്നാൽ ആ കറുത്ത കളറിൽ പോയ ദിവസം മാത്രമേ എന്തുള്ളൂ, ഹൈദുള്ളൂ. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ അവൾ ശുദ്ധിയുള്ളവളാണ് എന്നാണ് വെക്കേണ്ടത്. ഏത്? ആദ്യമായിട്ട് ഹൈദുള്ള ഒരു പെണ്ണാണ്. ഇതിനു മുമ്പ് അവൾക്ക് ഹൈദ് ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടുണ്ടാവുകയാണ്. ആദ്യമായി ഉണ്ടായപ്പോൾ തന്നെ 15 ദിവസത്തിനേക്കാളും അപ്പുറം അവൾക്ക് രക്തം പുറപ്പെടുകയും ചെയ്തു. ആ 15 ഈ ദിവസങ്ങളിൽ 15 ദിവസത്തിനേക്കാളും അപ്പുറം രക്തം കണ്ടതാണെങ്കിലോ ഒരേ കളറിലല്ല, പിന്നെ 2 തരം കളറിലാണ്. ആദ്യം കുറച്ച് ദിവസം, ഉദാഹരണം പറയാൻ 4-5 ദിവസം കറുത്ത രക്തം പുറപ്പെട്ടു, പിന്നെ ഒരു 15 ദിവസം ചുവന്ന രക്തമാണ് പുറപ്പെട്ടത്. എന്നാൽ അവൾക്ക് 5 ദിവസമേ ഹൈദുള്ളൂ. ബാക്കി 15 ദിവസം ഈ കണ്ട ദിവസത്തൊക്കെ ഉണ്ടല്ലോ, ആ കറുത്ത രക്തം പുറപ്പെട്ട ആ ദിവസങ്ങൾ മാത്രമാണ് അവൾക്ക് ഹൈദ്. പിന്നെ ചുവന്ന രക്തം ഒക്കെ കണ്ട അന്നൊന്നും അവൾക്ക് ഹൈദല്ല, അവൾക്ക് ശുദ്ധിയാണ് എന്ന് വെക്കുകയും അന്നൊക്കെ അവൾക്ക് സ്കരിക്കുകയും വേണം. സ്കരിക്കാൻ നോമ്പുകൾക്ക് റമദാൻ മാസമാണെങ്കിൽ നോമ്പുകൾക്ക് വേണം. മനസ്സിലായല്ലേ? ഇതൊക്കെ ഇപ്പൊ പറയണ. ഇനി അവൾക്ക് ആദ്യമായിട്ട് ഹൈദ് ഉണ്ടായതാണ്. പക്ഷേ ഉണ്ടായപ്പോഴാണെങ്കിലോ 15 ദിവസത്തിനേക്കാൾ അപ്പുറം രക്തം വരും ചെയ്തു. ഒരു 20 ദിവസം ഒന്നിച്ച് രക്തം വന്നു. ആദ്യമായിട്ട് ആൾക്ക് ഹൈദ് ഉണ്ടായതാണ്. എന്നാൽ ഈ 20 ദിവസത്തെ രക്തം ഒരേ നിറവാണ്. ആദ്യം കുറച്ച് കറുപ്പ്, പിന്നെ കുറച്ച് ചുവപ്പല്ല, ഒരേ നിറാണ് ആദ്യം. എന്നാലും അപ്പൊ എന്താ ചെയ്യ? ഇവിടെ ഇപ്പൊ എന്താ ചെയ്യ? മുമ്പും അവർക്ക് ഹൈദ് ഉണ്ടായ പെൺകുട്ടിയാണെങ്കിൽ എന്ത് മനസ്സിലാക്കുന്ന, കഴിഞ്ഞ പ്രാവശ്യം എത്ര ദിവസമാണ് ഹൈദ് ഉണ്ടായത് അത്രയാണ് ഇപ്പോഴും എന്ന് വെക്കാം. ബാക്കിയുള്ള ദിവസമൊക്കെ ശുദ്ധിയാന്ന് വെക്കാം. അതല്ലെങ്കിൽ 2 നിറത്തിലാണ് പുറപ്പെട്ടത്. ആദ്യം ഒരു നിറത്തിലാണ്, പിന്നെ വേറെ നിറത്തിലാണ്. എന്നാൽ ആദ്യം ആ കൂടുതൽ കട്ടിയുള്ള ആ രക്തം പുറപ്പെട്ടുണ്ടല്ലോ, അന്നാണ് ഹൈദ്. വേറെ ദിവസങ്ങളിൽ പുറപ്പെട്ടൊന്നും ഹൈദ് രക്തമല്ല എന്ന് മനസ്സിലാക്കാം. ഇതല്ല, ഇത് രണ്ടും അല്ല. ഈ പെണ്ണിന് ആദ്യമായിട്ട് ഹൈദ് ഉണ്ടാവുകയാണ്. അതാണ് 20 ദിവസം തുടർച്ചയായി രക്തം പുറപ്പെടുന്നു. 20, 25, 30 ദിവസം തുടർച്ചയായി രക്തം പുറപ്പെടുന്നു. ഒക്കെ ഒരേ നിറമുള്ള രക്തമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അവൾക്ക് ഒരു ദിവസം മാത്രമാണ് ഹൈദ് എന്നും മറ്റു ദിവസങ്ങളിലൊക്കെ അവൾക്ക് ശുദ്ധിയാണ് എന്നുമാണ് വെക്കേണ്ടത്. മനസ്സിലായപ്പോ? മനസ്സിലായല്ലേ? ഒരു പെണ്ണ് ഒരു 30 ദിവസം തുടർച്ചയായി രക്തം വന്നു. 30 ദിവസം തുടർച്ചയായി രക്തം വന്നു. അവൾക്കാണ് ആദ്യമായിട്ട് ഹൈദ് ഉണ്ടാകുകയാണേനും. ഈ 30 ദിവസം ഒരേ കളറിലാണ് രക്തം വരുന്നത്. എന്നാൽ ഒറ്റ ദിവസം മാത്രമേ അവൾക്ക് ഹൈദ് ഉള്ളൂ. കാരണം അക്കല്ലൂടെ ഹൈദ് അല്ലേ? ഹൈദിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമാണല്ലോ. ഒരു ദിവസം അവൾക്ക് ഹൈദ്, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അവൾക്ക് ശുദ്ധിയാണ് എന്ന് വെക്കണം. അവൾ എന്ത് വേണം? നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഒക്കെ വേണം ആ വിഷയത്തിൽ. അപ്പൊ അങ്ങനെ എന്റെ മനസ്സിലല്ല. അപ്പൊ ഇവിടെ ഞാനതൊക്കെ പറഞ്ഞത് ഒരു 22 ദിവസത്തെ ചോദ്യം വന്നുകൊണ്ടാണ്. അപ്പൊ 22 ദിവസം രക്തം ഒന്നിച്ച് വന്നു നിൽക്കുക. എന്നാൽ അവിടെ നോക്കേണ്ടത് ഈ കുട്ടിക്ക് ഈ രക്തം വന്ന ആൾക്ക് ഇതിന് മുമ്പ് ഹൈദ് ഉണ്ടായ സ്ത്രീയാണോ നോക്കണം. മുമ്പ് ഹൈദ് ഉണ്ടായ സ്ത്രീയാണ് എങ്കിൽ മുമ്പൊക്കെ എത്ര ദിവസമാണ് ഹൈദ് ഉണ്ടാവാറ് അത്രയാണ് ഈ പ്രാവശ്യവും ഹൈദ് ഉള്ളത്. ബാക്കിയുള്ള ദിവസത്തെ രക്തമൊന്നും ഹൈദ് രക്തമല്ല, അത് രോഗമാണ്, അത് നിസ്കാരം നിർബന്ധമാണ് എന്ന് നോക്കണം. നേരെ മറിച്ച് ഈ 22 ദിവസം രക്തം പുറപ്പെട്ടത് പിന്നെ മുമ്പ് ഹൈദ് ഉണ്ടായിട്ടൊന്നുമില്ല, ആദ്യമായിട്ട് ഹൈദ് ഉണ്ടായതാണ്.
പക്ഷെ രണ്ട് കളറിലാണ് പുറപ്പെട്ടത്. എന്നാൽ പിന്നെ കറുത്ത രക്തവും പുറപ്പെടുന്നു, ചുവന്ന രക്തവും പുറപ്പെടുന്നു. എന്നാൽ അവിടെ കറുത്ത രക്തമാണ് ഹൈലുള്ള ദിവസം, പിന്നെ വേറെ ചുവന്ന രക്തം പുറപ്പെട്ട ദിവസം ഹൈലല്ല, ശുദ്ധിയാണ് എന്ന് വെക്കണം. ഇനി അതല്ല, ഇവൾക്ക് ആദ്യമായിട്ട് ഹൈലുണ്ടായതാണ്, 22 ദിവസം കണ്ട ഈ കുട്ടിക്ക് ആദ്യമായിട്ട് ഹൈലുണ്ടായതാണ്, അതാണ് ഒരേ കളറിലാണ് രക്തം പുറപ്പെടുന്നതും, എന്നാൽ ഒരു ദിവസം മാത്രമാണ് അവളുടെ ഹൈദ്, വേറെ ദിവസമൊക്കെ അവൾക്ക് ശുദ്ധിയാണ് എന്നും വെക്കേണ്ടതാകുന്നു. അപ്പൊ ഈ സഹോദരിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എന്തിനാണ് ചോദിച്ചോളി, PM ചെയ്താൽ മതി. ഇപ്പൊ PMന് മറുപടി പറഞ്ഞ സമയമാണല്ലോ. ഉണ്ടെങ്കിൽ ചോദ്യം അതിന് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. PM ചെയ്യാണ്ട് എനിക്ക് അറിയാണെങ്കിൽ പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. അതിന് ഇത്ര വിഷയമൊന്നല്ല. അറിയില്ലെങ്കിലേ അറിയില്ല എന്ന് പറയാൻ അത്ര ഒരു നാണക്കടൊന്നുമില്ല, ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. അർബാബായ അറബി പെണ്ണുങ്ങൾ സലാം പറഞ്ഞില്ലെങ്കിൽ ഒരു ദേഷ്യം പോലെ ആണ്, ആ സലാം പറയാമോ എന്നാണ് അല്ലേ? അർബാബായ അറബി പെണ്ണുങ്ങൾ സലാം പറഞ്ഞില്ലെങ്കിൽ, സ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് സലാം ചെല്ലൽ, അന്യ സ്ത്രീക്ക് യുവതിയാണെങ്കിൽ, ഒരു യുവതിയാണ്, അന്യസ്ത്രീയാണ്, യുവതിയാണ്, അവൾ ഒറ്റക്കാണ്, തനിച്ചാണ്, എന്നാൽ അവൾക്ക് സലാം ചെല്ലൽ കറാഹത്താണ്. അതേ സമയത്ത് അവൾ യുവതിയാണ്, അവൾ മാത്രമല്ല വേറെയും കുറെ ആളുകളുണ്ട്, അപ്പോഴാണ് ഒന്നിച്ചാൻ സലാം ചെല്ലുക, അതുകൊണ്ട് അത് കറാഹത്തൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവൾ ഒറ്റക്കേ ഉള്ളൂ, അവളാണ് യുവതിയുമാണ്, അപ്പോൾ സലാം ചെല്ലൽ കറാഹത്താണ്. അപ്പൊ അർബാബ് പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അവള് കറാഹത്താണ്, ഹറാമെന്നല്ലേ, കറാഹത്താണ്. അവിടെ ഇനി വേറെ ആളുകളൊക്കെ ഉണ്ട്, അവള് മാത്രമല്ല വേറെ കുറെ ആളുകളൊക്കെ ഉണ്ട് നിൽക്കുന്ന, കറാഹത്തും ഇല്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം ഉസ്താദെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലൊന്നും നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സിഹ്റിന്റെ ശല്യം ഉണ്ട്, ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹറിന്റെ ചെറും തൊട്ടൊക്കെ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ മഹബായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എല്ലാ വക സിഹർ തൊട്ടും അതിന്റെ ശല്യങ്ങൾ തൊട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എല്ലാ വക സിഹറും അള്ളാഹു സുബ്ഹാനഹു വ തആല ബാത്തിലാക്കട്ടെ. അതിന് ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്, ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും മറ്റെല്ലാ നബിമാരുടെയും എല്ലാ ഔലിയാക്കളുടെയും എല്ലാ മലക്കുകളുടെയും ജിന്നുകളിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ജിന്നുകളുടെയും ഒക്കെ ബർക്കത്ത് കൊണ്ട്, ഹഖ് കൊണ്ട് അവർക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ ഇപ്പോൾ നാട്ടിലാണ്, വീടിന് തറ ഇടാൻ ഉദ്ദേശിക്കുന്നു. വീട് പണി പൂർത്തിയാകാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദായ ഫദ്ൽ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ വീടിന്റെ പണിയൊക്കെ വേഗം പൂർത്തിയാക്കി തരട്ടെ. അത് പൂർത്തിയാക്കാനുള്ള ഹലാലായ സമ്പത്ത് അല്ലാഹു നൽകട്ടെ. അതിന് മാർഗങ്ങളൊക്കെ പടച്ച് എളുപ്പമാക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. നാട്ടിലെ മുതലിന്റെ സക്കാത്ത് KSAയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഹനഫി മദ്ഹബ് പ്രകാരം റിയാലിനെ രൂപയിലേക്ക് മാറ്റുമ്പോൾ കൊടുക്കുന്ന ദിവസത്തെ മൂല്യമാണോ കണക്കാക്കേണ്ടത്? ഹനഫി മദ്ഹബ് പ്രകാരം കൊടുക്കുമ്പോൾ അല്ലേ, അപ്പൊ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മുതലിന്റെ സക്കാത്ത് ആ മുതലുള്ള സ്ഥലത്താണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഷാഫി മദ്ഹബ് അങ്ങനെയാണ്, മുതലിന്റെ സക്കാത്തെ കൊടുക്കേണ്ടത് മുതലുള്ള സ്ഥലത്താണ്. അപ്പൊ ഈ ചോദ്യകർത്താവിന്റെ പിന്നെ മുതല് നാട്ടിലാണുള്ളത്, അദ്ദേഹം അതിന്റെ സക്കാത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സൗദി അറേബ്യയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അദ്ദേഹം കൊടുക്കുന്നത് ഹനഫി മദ്ഹബ് ആവശ്യത്തിൽ തഖ്ലീദ് ചെയ്തിട്ടാണ്. ഹനഫി മദ്ഹബ് പ്രകാരമാണെങ്കിലോ
പിന്നെ ഒരു സക്കാത്ത് വേറെ സ്ഥലത്തിലേക്ക് നീക്കം ചെയ്യാമെന്നാണ് ഹനഫി മദ്ഹബ്. അപ്പൊ ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് അദ്ദേഹം നാട്ടിലെ സ്വത്തിന്റെ സക്കാത്ത് സൗദി തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന അന്ന് അത് ആ വർഷം പൂർത്തിയാലാണല്ലോ സക്കാത്ത് കൊടുക്കുക. ആ വർഷം പൂർത്തിയാവുന്ന സമയത്ത് അതിന്റെ മൂല്യം കണക്കാക്കിയിട്ട് അങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വർഷം പൂർത്തിയാകുന്ന സമയത്തേ അതിനുള്ള വുജൂബാകുക. അപ്പോഴത്തെ മൂല്യമാണ് കണക്കാക്കേണ്ടത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മസ്ജിദിന്റെ 1-ാം നിലയിൽ സ്ത്രീകൾക്കും 2-ാം നിലയിൽ പുരുഷന്മാർക്കും നിൽക്കുന്നു. ഈ 2 നിലയിലുള്ളവരിൽ ഒരാൾക്കും താഴത്തെ നിലയിലുള്ള ഇമാമിനെ കാണാൻ പറ്റുന്ന രൂപത്തിൽ തുളയോ മറ്റു ഒഴിവുകളോ ഇല്ല. ഇവരുടെ ജുമുഅയും മറ്റ് ജമാഅത്തും സഹിയാകുമോ? സാധാരണ ജമാഅത്ത് സഹിയാണെങ്കിൽ എന്താണ്? ഇമാമിന്റെ ഇന്തിഖാലാത്ത് അറിയണം. എങ്ങനെ ഇമാമിന്റെ ഇന്തിഖാലാത്ത്? ഒന്നുകിൽ ഇമാമിനെ കാണുക, അതിൽ ഇമാമിനെ തുടർന്നവരെ കാണുക. ഇമാമിനെ കണ്ടോളുന്നില്ല, ഇമാമിനെ തുടർന്ന ഇതുണ്ട് അവരെ കാണുക. പിന്നെ ഇമാമിന്റെ ശബ്ദം കേട്ട് അങ്ങനെ ഇമാം റുക്കൂയിലേക്ക് പോയിക്കുന്നു അങ്ങനെ അതിന്റെ ഇമാമിന്റെ ചലനം അറിയുക. പിന്നെ അതിന് പുറമെ തിരിയലൊന്നും കൂടാതെ തന്നെ ഇമാമിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും വേണം. അങ്ങനെ ഉണ്ടായാൽ മതി. തൊളവാണെന്നൊന്നുമില്ല. ആ തൊളാറുമ്പോ അതിനാണ് ഇമാമിനെ കാണാനാണ്. തൊളവാണെന്നില്ല. എന്തുണ്ടായാൽ മതി? ഇമാമിനെ കാണുകയോ അല്ലെങ്കിൽ ഇമാമിനെ തുടർന്നവരെ കാണുകയോ ചെയ്യുക. അതല്ലെങ്കിലോ കാരണം കണ്ടോണം എന്നുമില്ല. പിന്നെ എന്തുണ്ടായാൽ മതി? ഇമാമിന്റെ ഇന്ത്യക്കാലാത്ത് അറിഞ്ഞാൽ മതി. ഇമാം റുക്കൂയിൽ പോകുമ്പോൾ ഇമാം റുക്കൂയിലേക്ക് പോയിട്ടുണ്ട്, ഇമാം എഴുത്തിദാലേക്ക് പോകുമ്പോൾ എഴുത്തിദാലേക്ക് പോയിട്ടുണ്ട്. അങ്ങനൊക്കെ ഇമാമിന്റെ ചലനങ്ങൾ അറിഞ്ഞാലും മതി. അപ്പോ ശബ്ദം കേൾക്കുമ്പോൾ അറിയാലോ. പിന്നെ ഇമാമിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം വേണം. ഏതുകൊണ്ട് തിരിഞ്ഞു വളയൊന്നും ചെയ്യാതെ തന്നെ ഇമാമിലേക്ക് എത്തിച്ചേരാനുള്ള കോണിയോ ഒക്കെ ഉണ്ടാവുമല്ലോ. മേലിന് താഴേക്ക് ഇറങ്ങാനുള്ള കോണിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇമാമിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമൊക്കെ ഉണ്ടായാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ജുമാ ചെയ്യാവും ചെയ്യും. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. കല്യാണത്തിന് ഗോൾഡ് വാങ്ങാൻ സ്വർണ്ണ കടയിൽ പൈസ കൊടുക്കുമ്പോൾ വില കൂടിയാൽ ബുക്കിംഗ് ഡേറ്റ് വിലയും വില കുറവായാൽ അപ്പോഴുള്ള റേറ്റും ഇത് ഹലാലാകുമോ? ഇതാണ് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ. ഈ സ്വർണ്ണക്കടയിൽ പൈസ കൊടുക്കുക, എന്നിട്ട് എന്താണ് ആ കൊടുക്കുമ്പോൾ ഉള്ള വിലയാണ് പിന്നെ ഈ സ്വർണം വാങ്ങുമ്പോൾ ഉള്ള വിലയേക്കാളും കൊടുക്കുമ്പോൾ ആണ് വില കുറവെങ്കിൽ ആ സ്വർണം വാങ്ങുന്ന സമയത്ത് ആ കൊടുക്കുമ്പോൾ പൈസ കുറച്ച് കൊടുത്ത് ഏൽപ്പിക്കുമ്പോൾ ഉള്ള വിലക്ക് കൊടുക്കും. ഇനി അതല്ല ഇനി വാങ്ങുന്ന സമയത്ത് വില കുറവാണെങ്കിലോ അപ്പൊ ആ വില കുറവനുസരിച്ചും കൊടുക്കും. ഇത് പറ്റുമെന്നാണ്. കച്ചവടം സഹിയാവണമെങ്കിൽ പിന്നെ എന്താണ് വിൽക്കുന്നത്, ആ വിൽക്കപ്പെടുന്ന സാധനത്തിന്റെ സ്വഭാവവും അതിന്റെ ഖദറും വാളിഹാവണം, വ്യക്തമാവണം. അതുപോലെ അതിന്റെ വിലയും വ്യക്തമാവണം. എന്നാലേ കച്ചവടം സഹിയാവുള്ളൂ. വിൽക്കുന്ന ചരക്കുണ്ടല്ലോ, ആ ചരക്കിന്റെ സ്വഭാവം, അതിന്റെ സിഫത്ത്, അത് എന്താണ്, അത് എങ്ങനെയുള്ളതാണ്, അത് വ്യക്തമാവണം. അതിന്റെ ഖദർ എത്രയാണ്, തൂക്കം, അളക്കണ സാധനമാണ് എത്രയാണ് അതിന്റെ അളവ്, അതൊക്കെ ശരിക്കും വ്യക്തമാവണം. അതുപോലെ അതിന്റെ വില എന്താണെന്ന കാര്യം വ്യക്തമാണ്. എന്നാലേ കച്ചവടം സഹിയാവുള്ളൂ. അപ്പൊ ഈ പരിപാടി സഹിയാവണമെങ്കിൽ എന്ത് വേണിട്ടുണ്ടോ? ഈ പരിപാടി സഹിയാണെങ്കിൽ സ്വർണം ഇയാൾ എന്ത് ചെയ്യാ? ഇയാൾ സ്വർണം ഇത്ര പവൻ സ്വർണം ഇത്ര റുപ്യക്ക് പകരം നിനക്ക് ഞാൻ വിറ്റു, ഞാൻ വാങ്ങി, അത് ഇടപാട് നടന്നു. പിന്നെ അയാൾ സ്വർണം അപ്പൊ തന്നെ വാങ്ങുന്നില്ല, കച്ചവടം അപ്പൊ തന്നെ ചെയ്തിരിക്കുന്നു. പിന്നെ കച്ചവടം അപ്പൊ തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നെ സ്വർണം അപ്പൊ തന്നെ വാങ്ങുന്നില്ല, കുറച്ച് കഴിഞ്ഞേ വാങ്ങുന്നുള്ളൂ. അപ്പൊ കച്ചവടക്കാരൻ പറഞ്ഞു നിൽക്കുന്നത്, ഇനി ഇപ്പൊ ഈ വിൽക്കുന്നതിനേക്കാളും ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ തന്നതിനേക്കാളും പിന്നീട് നിങ്ങൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് വില കുറവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് തരണ്ട്, ആ വിലക്ക് നിങ്ങൾക്ക് തരണ്ട് എന്ന് അയാൾ പറയാൻ തിരക്കിടില്ല. പക്ഷെ അതല്ല കച്ചവടം. കച്ചവടം ആദ്യം നടക്കുന്നതാണ്. കച്ചവടം സഹിയാവണമെങ്കിൽ ഇത്ര ഉറുപ്യക്കാണ് വിറ്റത് എന്നും
പിന്നെ അതുപോലെ തന്നെ ഇത്ര സ്വർണമാണ് എന്ന കാര്യങ്ങളൊക്കെ വിൽക്കപ്പെടുന്ന സാധനവും അതിന്റെ വിലയും വ്യക്തമാവണം. ആ രീതിയിലാവുമ്പോഴേ കച്ചവടം സഹിയാകുള്ളൂ. അങ്ങനെ കച്ചവടം ചെയ്തു, സഹിയായ രീതിയിൽ കച്ചവടം ചെയ്ത് ആ സാധനം അങ്ങനെ വെച്ച്, അത് വാങ്ങിയിട്ടൊന്നുമില്ല, അങ്ങനെ സാധനം അവിടെ വെച്ചു. പിന്നീട് ഇയാൾ പറയാനെന്ത് വിൽക്കാൻ, ഇനി അഥവാ ഈ ഇപ്പൊ നിങ്ങൾ വാങ്ങിയതിനേക്കാളും പിന്നെ റേറ്റ് കുറയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് തരണ്ട് എന്നയാൾ പറഞ്ഞു നിൽക്കുക. എന്നാൽ അതുകൊണ്ട് വിരോധമില്ല. അപ്പൊ കച്ചവടം ആദ്യം നടന്നതാണ്, അത് സഹിയായിട്ടുണ്ട്. സഹിയായതിനു ശേഷം പിന്നീട് മറ്റത് വേറെ വിഷയമാണ് അല്ലേ. ഇനി വാങ്ങുന്ന സമയത്ത് വില കുറവുണ്ട്, ഞാൻ വില കുറച്ച് തരണ്ട് എന്നാൽ പറയാൻ തക്കടമില്ല. അങ്ങനെ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല. അല്ലാതെ കച്ചവടം നടക്കുമ്പോൾ എത്ര ഉറുപ്പിക്കാന്നൊരു വ്യക്തമല്ല നിൽക്കുക, അതിന്റെ വില വ്യക്തമല്ലാത്ത കച്ചവടം സഹിയാവുകയും ഇല്ല. അപ്പൊ സഹിയാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആവണം, എന്നാലേ സഹിയാകൂ. അങ്ങനെ പറ്റുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ. സംഗതി വ്യക്തമാവണം. പിന്നെ വുളു എടുക്കുമ്പോൾ ആദ്യത്തെ കൈകാലുകൾ ഫർളിൽ അത് മുഴുവൻ നനയണമോ, അത് മൂന്നാമത്തെ തന്നെ മതിയോ? അങ്ങനില്ല. അവയവങ്ങൾ നിർബന്ധമായ സ്ഥലം മുഴുവൻ നനയണം, അത്രേ ഉള്ളൂ. പക്ഷെ അത് മുഴുവൻ എത്ര പ്രാവശ്യം കഴുകിയാലാണ് മുഴുവൻ നനഞ്ഞത്, അപ്പോഴേ ഒരു പ്രാവശ്യമായിട്ട് കണക്കൂട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഒരാൾ കൈ കഴുകരുന്ന്, കൈ കഴുകുമ്പോൾ ഏത് വേണം? മുട്ട് ഉൾപ്പെടെയുള്ള സ്ഥലമൊക്കെ കഴുകണം അല്ലേ. വിരലിന്റെ തുഞ്ചം മുതൽ പിന്നെ കൈയിന്റെ മുട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ കഴുകണം. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം കഴുകിയപ്പോ കുറച്ച് സ്ഥലം കഴുകാൻ ബാക്കിയുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം കഴുകിയപ്പോ അവിടുന്ന് ആ ബാക്കിയായിരുന്നു കുറച്ചും കൂടി സ്ഥലം നനഞ്ഞ്, അപ്പോഴും മുഴുവനായിട്ടില്ല. മൂന്നാമത്തെ പ്രാവശ്യം കഴുകിയപ്പോഴേ മുഴുവൻ നനഞ്ഞുള്ളൂ. എന്നാൽ ഇവിടെ എത്ര പ്രാവശ്യം അവൻ കഴുകിയിട്ടുള്ളൂ? ഒരിക്കൽ കഴുകിയപ്പോൾ അതായിട്ടേ പരിഗണിക്കുള്ളൂ. അപ്പോ 3 പ്രാവശ്യം കഴുകിയായിട്ട് പരിഗണിക്കണമെങ്കിൽ ഈ 3 പ്രാവശ്യത്തിനുള്ള ഓരോ പ്രാവശ്യവും കഴുകൽ നിർബന്ധമായ സ്ഥലം മുഴുവൻ കഴുകണം, എന്നാലേ അത് ഒരു പ്രാവശ്യമായിട്ട് പരിഗണിക്കൂ. മനസ്സിലായിട്ടുണ്ടാവൂല അല്ലെ? ഇനി വുളു സഹിയാണെങ്കിൽ എന്തായാൽ മതി? ഒന്നാമത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം എങ്ങനെയെങ്കിലും ആയിട്ട് കഴുകാൻ നിർബന്ധമായ സ്ഥലങ്ങൾക്ക് നന്നാ മതി, എന്നാൽ വുളു സഹിയാവുകയും ചെയ്യും. ഇത്രയും ചോദ്യങ്ങളാണ്. അല്ലല്ലേ, ഇങ്ങോട്ടില് കുറെ പടച്ചോനെ, ഇത് എത്ര പോരുണ്ട്, എങ്ങനെ ഇത് വായിക്കുക? വേറെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ്, അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി ഉസ്താദ്, എന്റെ പ്രശ്നമൊക്കെ നമ്മൾ എന്തല്ല ഹനീഫാന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട ഒരാള് പിന്നെ ആശുപത്രിയിലാണ്. പിന്നെ ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് ഇപ്പൊ മാറ്റി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഹനീഫാന്റെ യാത്രയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഖൈറിലാക്കി കൊടുക്കട്ടെ, അതിന്റെ മാർഗങ്ങളൊക്കെ പറഞ്ഞ് എളുപ്പമാക്കി കൊടുക്കട്ടെ. ഹളറിലും സഫറിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വ അലിഹി വസല്ലം. മനസ്സിലായില്ല? ഒന്നുകൂടി പറയുമോ? എന്താണ് ഈ പറഞ്ഞത്? ഏത് വുളുവിന്റെ? മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ ഇനി പറഞ്ഞാൽ ശ്രദ്ധിക്കണം. മുഖം കഴുകൽ വുളുവിന്റെ ഫർളാണല്ലേ? മുഖം കഴുകൽ വുളുവിന്റെ ഫർളിൽപ്പെട്ടതാണ്. മുഖം കഴുകുമ്പോ മുഖം മുഴുവൻ കഴുകണം, അതാണ് വുളുവിന്റെ ഫർള്. മുഖം മുഴുവൻ കഴുകണം എന്ന് വെച്ചാല് ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ വീതിയിലും, സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയലിന്റെ താഴ്ഭാഗം വരെ നീളത്തിലും, അങ്ങനെ മുഖത്തിന്റെ പരിധി, അതിർത്തി, അത് മുഴുവൻ കഴുകണം. അത് മുഴുവൻ നനഞ്ഞാൽ ഒരിക്കൽ കഴുകലായിട്ട് പരിഗണിക്കുള്ളൂ. അത് മുഴുവൻ നനഞ്ഞാലാണ് ഒരിക്കൽ കഴുകലായിട്ട് പരിഗണിക്കുക എന്ന്. അപ്പൊ ഒരാൾ മുഖം കഴുകും. നിങ്ങൾ ഈ പറഞ്ഞ ശ്രദ്ധിക്കണ്ട, ഇയാൾ ശ്രദ്ധിക്കണ്ട, ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കണ്ട. ഈ ചോദ്യകർത്താവ് ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുന്നുണ്ടോന്ന്? ഉണ്ട്. അല്ല, നിങ്ങൾ അതല്ല ഈ ചോദിച്ചാൽ ശ്രദ്ധിക്കണ്ടെന്ന് ചോദിക്കണം. അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞ മനസ്സിലായിട്ട് ഞാൻ വീണ്ടും ഉപരിപ്പിക്കുകയും ചെയ്തിരിക്കണേ. അപ്പൊ അദ്ദേഹം ശ്രദ്ധിക്കണ്ട ഈ പറഞ്ഞത്? സഹോദര, ഞാനീ പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാഗത്ത് മറുപടി ഇല്ല. ഞാൻ അടക്കട്ടെന്നാല് അല്ലേ? അത്ര മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും
ചോദിച്ചതും കേട്ടതും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരിൽ ഉൾപ്പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലും എവിടെയും അള്ളാഹു നമ്മെ ആരെയും ഒരു സ്ഥലത്തും അവഗണിക്കാതിരിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه أجمعين الحمد لله رب العالمين. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. കുളിച്ചതിന് ശേഷം വുളു എടുക്കണോ? കുളിച്ചതിന് ശേഷം വുളു എടുക്കണം എന്ന് പറഞ്ഞാൽ വലിയ ശുദ്ധി ഉയർത്തിയതാണ്. വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്തോടു കൂടി ഒരാൾ എന്ത് ചെയ്തു? മുങ്ങി. ഞാൻ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്തോടു കൂടി ഒരാൾ മുങ്ങി. അയാൾ എന്ത് ചെയ്തില്ല? വുളു എടുത്തിട്ടില്ല. ചെറിയ ശുദ്ധിയെ ഉയർത്തണമെന്ന് കരുതിയിട്ടില്ല. വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്തോടു കൂടി ഒരാൾ മുങ്ങി. അങ്ങനെ ആ മുങ്ങിയതിന് ശേഷം പിന്നീട് അയാൾ വുളു മുറിയുന്ന സ്ഥലത്ത് തൊട്ടിട്ടൊന്നുമില്ല. എന്നാൽ അതോടുകൂടി അവന് വുളുവും കിട്ടും. പിന്നെ കുളിക്കാൻ വുളു എടുക്കേണ്ടതില്ല. അതല്ലെങ്കിൽ മുങ്ങി കുളിക്കുമ്പോൾ എന്ത് ചെയ്തു? വലിയ ശുദ്ധി ഉയർത്തുന്നല്ല, ചെറിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന നിയ്യത്തോടു കൂടി ഒരാൾ മുങ്ങി നിൽക്കുക. ആ മുങ്ങിയതിനു ശേഷം പിന്നീട് അവന്റെ വുളു മുറിയുന്ന സ്ഥലത്ത് അവന്റെ കയ്യും തട്ടിയിട്ടില്ല. എന്നാൽ പിന്നെ അവൻ വേറെ വുളു ഉണ്ടാക്കണ്ട. അതോടുകൂടി അവന് വുളു ലഭിച്ചു. മനസ്സിലായതല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയതനുസരിച്ച് അമൽ ചെയ്യാതെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.